കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും കർത്തൃപാദപീഠത്തിങ്കൽ തിരുവചനം ധ്യാനിക്കേണ്ടതിന് കടന്നു വരുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കിയല്ലോ. വളരെ അനുഗ്രഹീതമായ നിലയിൽ യൂദാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെയും കർത്താവ് നമ്മോട് കൂടെയിരുന്നു. വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കർത്താവ് നമ്മോട് സംസാരിച്ചു. 21 വാക്യം വരെയും നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. എന്നോട് ചേർന്ന് വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി അറിയിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ഇന്ന് 22, 23 വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഞാനത് വായിക്കട്ടെ. സ്തോത്രം. സംശയിക്കുന്നവരായി ചിലരോട് കരുണ ചെയ്യുവീൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കറിയാം, യൂദ ഈ വ്യാജ ഉപദേഷ്ടാക്കളെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു. വേണ്ടാത്ത കാര്യങ്ങൾ ദൈവസഭയിൽ കടന്നു വരുമ്പോൾ ദൈവസഭയിൽ പഠിപ്പിച്ചിരിക്കുന്ന അന്യ ഉപദേശത്തിൽ അനേക പുതിയ വിശ്വാസികൾ നഷ്ടപ്പെടുവാനിടയാകും. അതുകൊണ്ട് സഭയിലെ നമ്മുടെ ഒരു സഹോദരൻ, ഒരു സഹോദരി ദൈവത്തെക്കുറിച്ച് സംശയിക്കുവാൻ തുടങ്ങിയാൽ നമുക്ക് എന്തു ചെയ്യണം? അവരുടെ അടുക്കൽ ചെന്ന് അവർക്ക് താക്കീത് നൽകണം. എന്ന് വെച്ചാൽ വഴക്ക് പറയുകയല്ല, വചനം അവരെ പഠിപ്പിക്കണം. ദൈവമക്കളെ, പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് നടക്കത്തില്ല. കട്ടിയായ ആഹാരം കഴിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ലേഖനങ്ങൾ പഠിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ സത്യ ഉപദേശങ്ങൾ നമ്മിൽ ഉണ്ടാകണം. അടിസ്ഥാന ഉപദേശങ്ങൾ നാം പഠിച്ചെങ്കിൽ മാത്രമേ ശാന്തമായി നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. സംശയമുള്ള ഒരു സഹോദരനോട് സംശയം തീർത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നാം ആദ്യം പഠിച്ചിരിക്കണം. ഒരു അധ്യാപകൻ പഠിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നാമും തിരുവചനം പഠിക്കുവാൻ ശാന്തരായി ദൈവസന്നിധിയിലായിരിക്കണം. ഇങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ വ്യാജ ഉപദേശ നടത്തുന്ന ആൾക്കാരിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നാം വചനം പഠിച്ച് ഈ വ്യാജ ഉപദേശത്തിന് വഴിപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ സഭയിലുള്ള പുതിയ പുതിയ ആളുകളെ സത്യത്തിലേക്ക് നിർബന്ധപൂർവം തിരിച്ചു കൊണ്ടുവരണം. അതാണ് ഇവിടെ ദൈവാത്മാവ് അപ്പോസ്തലനോട് ഇടപെടുന്നത്. ഏത് കാലഘട്ടത്തിലും ഉപദേശമുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഉപദേശത്തിൽ തൻ്റെ ജനത്തെ, സ്തോത്രം, ഈ ചെറിയ ലേഖനം വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിന്, സുവിശേഷത്തിന്റെ ശരിയായ ഉപദേശം ജനത്തെ പഠിപ്പിക്കേണ്ടതിന്, തങ്ങളുടെ തന്നെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കേണ്ടതിനാണ് ഈ ലേഖനം താൻ എഴുതുന്നത്. അങ്ങനെയെങ്കിൽ നമ്മെയും ഇത് ഫലമേൽപ്പിച്ചിരിക്കുകയാണ് ദൈവം. നമുക്കും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തമായിട്ട് ചെയ്തെടുക്കുവാൻ നാം നമ്മെ തന്നെ പ്രാപ്തരാക്കണം. ഞാനൊരു കാര്യം, ഒരു ഉദാഹരണ സഹിതം നിങ്ങളോട് പറയട്ടെ. ഒരു കൊച്ചു കുട്ടി ഒരു തീ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു മൂർച്ചയേറിയ കത്തി കണ്ടാൽ അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ നാം എന്ത് ചെയ്യും? ആ കത്തി കയ്യിൽ നിന്ന് വാങ്ങിക്കും. അല്ലെ, തീയുടെ കളർ എന്ത് രസമാ അല്ലേ? വിളക്കൊക്കെ, മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ അതിൻ്റെ കളറ് കണ്ട് കൊച്ചു കുട്ടികൾ അതിൽ തൊടാൻ ചെല്ലും. ആ കുട്ടികൾക്ക് കൈ പൊള്ളും എന്ന കാരണത്താൽ നാം ആ കുഞ്ഞുങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ഇടയാകും. അതുപോലെ തന്നെ കൊട്ടി വഴക്കുണ്ടാക്കിയാൽ നിർബന്ധപൂർവം കത്തി നാം കുട്ടി കയ്യിലെടുത്താൽ നാം നിർബന്ധപൂർവം ആ കത്തി കുട്ടിയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങും. കാരണം എന്താണ്? നമുക്കറിയാം ഈ കുട്ടിയുടെ കൈ മുറിയുമെന്ന്. നമുക്കറിയാമെന്ന കാര്യം പിന്നെന്ത് ചെയ്യും? മോളെ കൈ മുറിയും, മോനെ കൈ മുറിഞ്ഞ് ചോര വരും, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, കുത്തിക്കെട്ടേണ്ടി വരും, ഈ ഡോക്ടർ കുത്തിവെക്കും, ഇത്യാദി കാര്യങ്ങൾ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമുക്ക് തിരിച്ചറിവ് അനുഭവങ്ങളും ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ തിരിച്ചറിവില്ലാത്ത വിശ്വാസത്തിലേക്ക് വരുന്ന പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുവാൻ നാം ഈ ദിവസങ്ങളിൽ തിരിച്ചറിവുള്ളവരാകണം. തെറ്റായ ഉപദേശങ്ങൾക്ക് കീഴ്പ്പെടുന്നവനും
ആമേൻ, തീയിൽ വീഴുവാൻ പോകുകയാണ്. അവനെ നമുക്ക് തീയിൽ നിന്നും വലിച്ചെടുക്കണം. അല്ലെങ്കിൽ കത്തി എടുത്തിരിക്കുന്നവന് കൈമുറിയുവാൻ പോവുകയാണ്. അവൻ അറിവില്ല. അവന്റെ കയ്യിൽ നിന്നും ഈ കത്തി വാങ്ങിച്ച് വെച്ചിട്ട് അതിനുള്ള സത്യാവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ജീവിതത്തിൽ സ്തോത്രം തിരിച്ചറിവില്ലാത്തവരായി തീരുന്നവർ ഈ 22-23 വാക്യങ്ങളിൽ പറയുന്നു. ഹല്ലേലൂയ. സംശയിക്കുന്നവരായി ചിലരുടെ കരുണ ചെയ്യുവീൻ. കരുണ കാണിക്കണം. ഹല്ലേലൂയ. സംശയിക്കുന്ന ചിലരോട് കരുണ കാണിക്കണം. കാരണം നാം കാണിക്കുന്ന ഒരു ഭയം നമ്മളും പാപത്തിൽ വീഴുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ കൃപയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സഹോദരൻ, ഹല്ലേലൂയ, സഹോദരി വീണുപോയ അതേ പാപത്തിൽ നാമും വീണുപോയേനെ എന്ന കാര്യം പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്. ഹല്ലേലൂയ. നാം ഒരു പാപിയോട് സ്നേഹവും കരുണയും കാണിക്കണം. എന്നാൽ പാപത്തെ വെറുക്കണം. നാം പാപത്തിന് അന്യപ്പെട്ട് ജീവിക്കണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ. പ്രൈസ് ദ ലോർഡ്. നാം പാപത്തിന് അന്യപ്പെട്ട് ജീവിക്കണം. വിശുദ്ധിയെ തികയ്ക്കണം. ഹല്ലേലൂയ. ഒരുവൻ പാപത്തിൽ പോയാൽ നാം അത് തിരിച്ചറിഞ്ഞാൽ അവനെ ഗുണദോഷിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും അങ്ങനെയുള്ളവരെ ഗുണദോഷിക്കാൻ പോയാൽ തിരിച്ചടി കിട്ടുന്നത് കൊണ്ട് ആരും ഒന്നിനും പോകാറില്ല. എന്നാൽ അവരോട് ചേർന്ന് പാപം ചെയ്യുവാനായിട്ടല്ല, ദൈവസന്നിധിയിൽ നീതിയോടെ, ദൈവസന്നിധിയിൽ നാം ന്യായത്തോടെ കർത്താവ് നമ്മെ ഫലമേൽപ്പിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യണം. ഹല്ലേലൂയ. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളിൽ, എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവീനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. നമ്മുടെ പാപം കൊണ്ട് നമ്മുടെ അങ്കി മലിനപ്പെടാതിരിക്കേണ്ടതിന് ഇവിടെ യോശുവയെ അവനെതിരെ അവൻ്റെ ജീവിതത്തിൽ വന്ന കുറവിനെ, അവൻ്റെ വസ്ത്രത്തിൽ കറ പുരണ്ടിരിക്കുന്നത് സാത്താൻ അവനുമേൽ കുറ്റം ചുമത്തുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ സാത്താൻ കുറ്റം ചുമത്തുന്ന സമയത്ത് യഹോവ സാത്താനെ ഭത്സിക്കുകയാണ്. യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മളോട് സഹതാപം കാണിക്കുന്നവനാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ ആമേൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച യോശുവയ്ക്കെതിരെ പിശാച് കുറ്റമാരോപിച്ചപ്പോഴും ആ മുഷിഞ്ഞ വസ്ത്രം അവയിൽ നിന്ന് നീക്കിക്കളവീനെന്ന് കർത്താവ് കൽപ്പിച്ചു. അവൻ്റെ അകൃത്യം അവനിൽ നിന്നും പോക്കി അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ആമേൻ മലിനത ഉണ്ടാകാതെ, പാപത്തിനടിമപ്പെട്ടു പോകാതെ, തെറ്റായ ഉപദേശങ്ങളിലും ലോകത്തിൻ്റെ മോഹങ്ങളിലും കൊരിന്തിലെ വിശ്വാസികൾ ജീവിച്ചതുപോലെയും ഹൃദയം ശുദ്ധമായ മതി, ശരീരം കൊണ്ട് എന്ത് തെറ്റ് വേണേലും ചെയ്യാമെന്ന് അന്നേ കാലത്ത് പഠിപ്പിച്ച ദുരുപദേഷ്ടാക്കന്മാരുടെ പഠിപ്പീരുകൾ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സംസാരിച്ചത് ഇങ്ങനെയാണ്: അല്പം സേവിക്കാമെന്ന്, ക്ഷീണം വരുമ്പോൾ വീഞ്ഞ് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ആ ഉപയോഗിക്കാമല്ലോ. ശരീരത്തിന് അതെ, അഭ്യാസത്തിനും കായികം ചെയ്യാം, സ്പോർട്സ് ചെയ്യാം. സ്പോർട്സൊക്കെ നല്ലതാണ്, എല്ലാം നല്ല കാര്യങ്ങളാണ്. നമുക്ക് മദ്യം കുടിക്കാൻ പറഞ്ഞിട്ടില്ല. വീഞ്ഞ് കുടിക്കുന്നവൻ പരിഹാസിയാകുക. ഹല്ലേലൂയ. തിരുവചനത്തിൽ പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അല്പം സേവിക്കാം എന്നുള്ളതൊക്കെ പറയുന്നത് പൗലോസ് ഓരോ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പറഞ്ഞതാ. അത് അന്നത്തെ അവിടുത്തെ വീഞ്ഞിന് ലഹരി ഇല്ലാത്തതാ. ഞാൻ പറയട്ടെ, നമ്മുടെ കൾച്ചർ അല്ലല്ലോ യഹൂദൻ്റെ കൾച്ചർ.
നമ്മൾ ഒരു വീട്ടിൽ ഒരാൾ കയറി വരുമ്പോൾ പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്ന സ്ഥാനത്ത് അവർ വീഞ്ഞാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നാം പാപത്തിൽ മലിനപ്പെട്ടു പോയാൽ നാം നമുക്ക് തന്നെ ദോഷം വിളിച്ചു വരുത്തുകയാണ് ദൈവമക്കളെ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിലൂടെ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. സ്തോത്രം. കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൊച്ചു കൂട്ടമുണ്ട്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. സ്വർഗത്തിൽ പോകാൻ കർത്താവ് തിരഞ്ഞെടുത്തവർ എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്, എല്ലാവർക്കും അവസരം തന്നിട്ടുണ്ട്. എന്നാൽ സഭയിൽ, പള്ളിയിൽ പോയി അവിടെ നമുക്ക് രജിസ്റ്ററിൽ പേരുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന സംഘടനയിലെ, ഞാൻ IPCയിലെ മെമ്പറാണ്, ഞാൻ ചർച്ച് ഓഫ് ഗോഡിലെ വിശ്വാസിയാണ്, ഞാൻ അസംബ്ലീസ് ഗോഡിലെ വിശ്വാസിയാണ്, ഞാൻ ഷാരോൺ ഫെലോഷിപ്പിലെ വിശ്വാസികളാണ്, ഞാൻ ഇന്ന സ്വതന്ത്ര സഭയിലെ വിശ്വാസികളാണ്, പേര് പറഞ്ഞ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു, ഞാൻ അവിടുത്തെ ഇന്ന ആളായിരുന്നു, ഏത് സ്ഥാനമാകട്ടെ, ഏത് മാനമാകട്ടെ, ഭൂമിയിൽ വെച്ച് കിട്ടും ദൈവമക്കളെ, ഞാൻ പറയട്ടെ, മലിനമാകാതെ ജീവിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം. തിരുവചനം പറയുന്നു, ഒരു അശുദ്ധനും എൻ്റെ രാജ്യത്ത് പ്രവേശിക്കത്തില്ല എന്നുള്ളതാണ്. ആകയാൽ സർദീസിൽ കുറെ പേർ മലിനപ്പെടാതെ കർത്താവിനുണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ മലിനപ്പെടാത്ത കുറെ പേർ സ്വർഗത്തിൽ പോകും. അശുദ്ധി സ്വർഗത്തിലില്ല. വിശുദ്ധനായ ദൈവം അശുദ്ധിയുള്ളിടത്ത് വസിക്കുകയും ഇല്ല. ആകയാൽ നമ്മുടെ വസ്ത്രം മലിനപ്പെടാതിരിപ്പാൻ നാം നമ്മെ തന്നെ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന ഇവിടെ ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഒരു സഹോദരൻ്റെ വിശ്വാസത്തെക്കുറിച്ചും ആമേൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ചും ഹല്ലേലൂയ നാം കുറ്റം പറഞ്ഞു നിൽക്കുകയല്ല, അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, യൗവനക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഇടയാകണം. ഇന്ന് ഞാൻ വളരെ ദുഃഖിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, പലപ്പോഴും യൗവനക്കാരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ കുഞ്ഞുങ്ങൾ നടക്കുകയും ഇരിക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുവാൻ, നിന്റെ മീശ വളർത്തി, നിന്റെ താടി വളർത്തി, നിന്റെ തലമുടി വെട്ടുന്നത് ഇങ്ങനെയാണ്, കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഉണ്ട്. അവർ ഉപദേഷ്ടാക്കന്മാരെന്നാണ് അവരുടെ ചിന്ത. ഞാൻ പറയട്ടെ, തങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാതെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ചിട്ട് എന്താണ് കാര്യം? സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഹല്ലേലൂയ ആ കുഞ്ഞുങ്ങളോട് ഇടപെട്ട് അവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കണം. ഇന്നത്തെ ഒരു കൂട്ടം ആ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ നശിക്കുകയാണ്. ദൈവത്തിൽ വിശ്വാസമില്ലാതെ പിശാച് സേവയ്ക്ക് പോലും പോകുക. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ മകൻ പിശാച് സേവയിൽ കടന്നു പോകുന്നു. പിശാചുക്കളെ ആരാധിക്കുന്ന അവരുടെ കൂട്ടത്തിൽ അതിനൊരു ആരാധകനായി മാറി. നമ്മുടെ പല കുഞ്ഞുങ്ങളും ഇന്ന് സഭയിൽ പോകുവാൻ ഇഷ്ടപ്പെടുന്നില്ല. പല കുഞ്ഞുങ്ങളും പറയുന്നു അവിടെ വന്നാൽ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പ്രിയപ്പെട്ടവരെ. ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിവോടുകൂടി ആമേൻ അവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ, ഭയത്തോടെ ദൈവസന്നിധിയിൽ നാം ആയിരുന്നവരോട് കരുണ കാണിക്കുവാൻ, സ്നേഹത്തിൽ വസിക്കുവാൻ, ആമേൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ നാം പ്രാപ്തരാണ്. അവരെ സ്നേഹത്തിൽ അത് പഠിപ്പിച്ചു കൊള്ളുവാൻ നാം ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൃപയില്ലായിരുന്നുവെങ്കിൽ നാം നിൽക്കത്തില്ലായിരുന്നു. ദൈവകൃപയാണ് നാം വീഴാതിരുന്നത്. ഹല്ലേലൂയ. ഇന്ന് വരെ നമ്മളെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. എത്രയോ പാപകലശമായ അന്തരീക്ഷത്തിൽ നമ്മുടെ ജീവിതം നശിക്കേണ്ടതായിരുന്നു. ഹല്ലേലൂയ. അവിടുന്നൊക്കെയും ആമേൻ ഒരു നെല്ലടയ്ക്ക് ദൈവം നമ്മളെ വിടിവിച്ചു പാപം ചെയ്യാതെ യോസഫിനെ പോലെ വിട്ടോടുവാൻ, ഹല്ലേലൂയ, ദ്രവ്യാഗ്രഹത്തിൽ വീണു പോകാതെ, ഹല്ലേലൂയ, അസൂയയിലും പിണക്കത്തിലും കോപത്തിലും ക്രോധത്തിലും ജാരശങ്കയിലും ഒക്കെ ആമേൻ ശത്രുവായവൻ കൊണ്ടിട്ട ജീവിതത്തെ വെല്ലുവിളിപ്പിക്കുന്ന അനുഭവങ്ങളിൽ ഹല്ലേലൂയ തടഞ്ഞു നിൽക്കുവാൻ ഇടവരാതെ പരിശുദ്ധിയാത്മാവ് നമ്മെ സൂക്ഷിച്ചു.
അതാണ് ഇന്ന് നാം വിശുദ്ധരെന്ന് പറഞ്ഞ് നിൽക്കുവാൻ കാരണം. ദൈവകൃപയാണ് ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തി തരുന്നുണ്ട്. ആ ബോധം പ്രാപിച്ചെടുത്ത നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരാകണമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ഇനിയും 24-25 വാക്യങ്ങൾ കൂടി വായിച്ച് ആമേൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ആമേൻ. ഞാൻ വായിക്കട്ടെ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വേദഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പൗലോസ് ഇവിടെ സുവിശേഷത്തെ എൻ്റെ സുവിശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷമായിട്ടാണ്. തീർച്ചയായിട്ടും അത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. യേശുവിനെ പ്രസംഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. നാം പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ക്രിസ്തുവിനെ ആയിരിക്കണം ഉയർത്തേണ്ടത്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മം, ഹല്ലേലൂയ, നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ടല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം അത് പ്രാപിച്ചെടുത്തു. ഹല്ലേലൂയ. ഈ മർമ്മത്തിൻ്റെ പൂർണ്ണത നമ്മിൽ വെളിപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവ് കരുണ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ രക്ഷയെക്കുറിച്ചുള്ള മർമ്മം നമുക്ക് വെളിപ്പെട്ടത് സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായിട്ടാകിയാൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഈ വിശ്വാസവും അനുസരണവും എപ്പോഴും ഒന്നിച്ചു കൊണ്ടുപോകുക. ആമേൻ. ക്രിസ്തുവിനോടുള്ള അനുസരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തുവിനോടുള്ള അനുസരണ ഇല്ലാതെ ശരിയായ വിശ്വാസം നമുക്ക് ഉണ്ടാകത്തില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസമില്ലാതെ അനുസരണവും ഉണ്ടാകില്ല. അനുസരണം വിശ്വാസത്തിൻ്റെ ഫലം ഒരു പ്രവൃത്തിയുമാണ്. നാം സുവിശേഷം കേട്ടാൽ മാത്രം പോരാ, അതനുസരിക്കുകയും കൂടി വേണം. അല്ലെങ്കിൽ അത് കേട്ടതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ദൈവമക്കളെ സ്തോത്രം. ഈ പകൽക്കാലത്തിങ്കൽ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ പറയുക, കേൾക്കപ്പെട്ട വചനം നമ്മെ വീഴാതെ സൂക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിന് ദൈവത്തിന് കഴിയുമാകയാൽ ഈ വചനത്തിൻ്റെ മുൻപിൽ നമ്മളെ ഏൽപ്പിക്കണം. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വേദഭാഗം. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പൊതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. നാം എന്ത് ചെയ്യണം? ഈ സുവിശേഷം അറിഞ്ഞിട്ട് നാം പുതുക്കം പ്രാപിക്കുന്നവരാകണം. മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് നാം ഇനി വഷളാകരുത്, ചതിയിൽപ്പെട്ടു പോകരുത്, മോഹത്തിൻ്റെ പിടിയിൽപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മോഹം എന്ത് ചെയ്യുക? ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും പ്രിയപ്പെട്ടവരെ. ആകയാൽ വഷളായി പോകാതിരിപ്പാൻ നമ്മിലുള്ള പഴയ മനുഷ്യനെ, അവൻ്റെ സ്വഭാവത്തെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ഹല്ലേലൂയ എന്നേക്കുമായിട്ട് കുഴിച്ചിടുവാനിടയാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ ആമേൻ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് സംബന്ധമായിട്ട് നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കും. ദൈവാത്മാവ് ആമേൻ നാം വീഴാതെ നിൽക്കുവാൻ, പാപത്തിൽ വീഴാതെ ആമേൻ നിൽക്കുവാൻ കൃപ നൽകും. നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കണം. അപ്പോൾ ആമേൻ ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ മഹിമാ സന്നിധിയിൽ നമുക്ക് കളങ്കമില്ലാത്തവരായി നിൽക്കുവാനിടയാകും. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ഹല്ലേലൂയ ആമേൻ നിൽക്കുവാനിടയാകും. കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ
ശക്തിയുള്ളവന്. അപ്പോൾ എൻ്റെ ദൈവത്തിന് കഴിയും. നമ്മെ നിന്ദിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നാം അവൻ്റെ സന്നിധിയിൽ സന്തോഷമുള്ളവരാകുവാൻ, സന്തോഷത്തിൻ്റെ പരിപൂർണത നമ്മുടെ കർത്താവിലാണ്. കളങ്കമില്ലാത്തവരായി നിൽക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ കളങ്കമില്ലാത്ത രക്ഷിതാവിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവസത്തിൽ നാമും കുറ്റമില്ലാത്തവരായി കാണപ്പെടുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്ക് ആവശ്യം. 1 കൊരിന്ത്യർ ലേഖനം 1:8-9 അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ അവസാനത്തോളം ഉറപ്പിക്കും. തൻ്റെ കുരിശു മരണത്താൽ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുറ്റങ്ങളെ, നമ്മുടെ അപരാധങ്ങളെ അവൻ നമ്മോട് ക്ഷമിച്ചു. നാം ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു. സകല മനുഷ്യരെയും കർത്താവ് വിധിക്കുവാൻ വരുന്ന ദിവസത്തിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തരുന്ന ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നാം പരിപൂർണരായി കീഴ്പ്പെട്ടവരാണ്. നമ്മുടെ സ്വന്തം ശക്തിയിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ. ആകയാൽ ക്രിസ്തു നമ്മെ ശക്തരായി സൂക്ഷിക്കും. അതിന് ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മെ വിളിച്ചു, അവൻ നമ്മെ വിശുദ്ധീകരിച്ചു, അവൻ നമ്മെ മഹത്വീകരിച്ചു. ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാണപ്രിയനോട് ചേർന്നിരിക്കുവാൻ, കർത്താവിലുള്ള വിശ്വാസം അർപ്പിക്കുവാൻ ഹല്ലേലൂയ നമുക്കിടയാകണം. വിശ്വാസത്തിൽ നിന്ന് വീണു പോകുവാൻ സാധ്യതയുള്ള സ്ഥാനത്ത് ഹല്ലേലൂയ നമ്മുടെ പ്രതിബന്ധങ്ങളിൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെടാതെ നമ്മെ സൂക്ഷിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ഇന്ന് പോലെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ കർത്താവും തൻ്റെ പുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നാം അവനുമായുള്ള കൂട്ടായ്മയിൽ വളരുവാൻ, ഹല്ലേലൂയ നാം അവനോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിനെ പോലെ ആയിത്തീരുവാൻ, കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ, ദൈവത്തിൻ്റെ ആ വലിയ ഉദ്ദേശ്യം നമ്മളിൽ നിവർത്തിക്കപ്പെടുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കണം. എന്താണ് കർത്താവിൻ്റെ നമ്മിലുള്ള ഉദ്ദേശ്യം? റോമാലേഖനം 8-29 പറയുന്നു, നാം തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകണമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു വലിയ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിച്ച് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആമേൻ നാം അവൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൂട്ടായ്മ നാം അനുഭവിക്കുന്നുവോ? ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ഈ ദിവസങ്ങൾ നമ്മളിലില്ല എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ നാം നഷ്ടപ്പെട്ടു പോകാനിടയാകും. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം 5-6 വേദഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ മുന്തിരിവള്ളി കൊമ്പുകളിൽ വസിച്ചിട്ടില്ലാതെ അതിന് തനിച്ച് ഫലം കായ്പാൻ കഴിയുകയില്ല. അപ്പോൾ മരത്തിൽ നിന്നത് മുറിച്ചു മാറ്റിയാൽ ആ മുന്തിരിവള്ളിക്ക് കായ്പാൻ കഴിയുകയില്ല, ഒരു കൊമ്പ് മാത്രമായിട്ട് തീരുവാൻ ഇടയാകും. എന്നാൽ ഈ ദിവസങ്ങളിൽ അങ്ങനെയാകാതെ വണ്ണം ഹല്ലേലൂയ കർത്താവ് നമ്മളെ സൂക്ഷിക്കുകയാണ്. അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിൽക്കേണ്ടതിന് ഹല്ലേലൂയ അവൻ്റെ വിശ്വാസത്തിൽ നാം നിൽക്കേണ്ടതിന് ഹല്ലേലൂയ കർത്താവ് നമ്മളെ സഹായിക്കുകയാകയാൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ നമ്മളിൽ ചൊരിയപ്പെടണം. നാം വായിച്ച വേദഭാഗം ആ വിഴാതവണ്ണം സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും ദൈവത്തിൻ്റെ ആമേൻ വലിയ കരുണയും അവൻ്റെ തേജസ്സായി തീരുവാൻ, അവൻ്റെ ഹല്ലേലൂയ അവനെ പോലെ ആയിത്തീരുവാൻ നാം
യേശു ക്രിസ്തുവിലൂടെ നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ ദൈവത്തിന് തന്നെ തൻ്റെ മഹത്വത്തെയും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് കൊടുക്കേണ്ടിയ മഹത്വം കൊടുത്ത് നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തേജസ്സും മഹിമയും ബലവും അധികാരവും നമ്മുടെ കർത്താവായ യേശുവിലൂടെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലവും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആമേൻ അപ്പോസ്തലൻ ഇവിടെ ഹല്ലേലൂയ ആശീർവദിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചെറുഗ്രന്ഥം ഹല്ലേലൂയ നമുക്ക് വളരെ അനുഗ്രഹത്തിന് കാരണമാണ്. ഇനിയും ഇത് വിവരിച്ച് പഠിച്ചാൽ തീരുകയില്ല ദൈവമക്കളെ. ധാരാളം കാര്യങ്ങൾ ഇതിൽ പഠിക്കുവാനുണ്ട്. രക്ഷിതാവായ ഏകദൈവമാണ്. ഈ ദിവസങ്ങളിൽ ആമേൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ ത്രിത്വം നാം സമ്മതിച്ചുകൊണ്ട് ഈ ത്രിത്വത്തിൽ നാം വിശ്വസിച്ചുകൊണ്ട് സദാകാലത്തോളം തേജസ്സും മഹിമയുള്ള കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ അതിനുള്ള അധികാരം അവൻ നമുക്ക് നൽകി. എന്താണ് ആമേൻ? അവൻ്റെ മക്കളാകുവാനുള്ള അധികാരം അവൻ നമുക്ക് നൽകി തന്നത്. പ്രാപിച്ച് ആമേൻ കർത്താവിൻ്റെ മക്കൾ എന്നുള്ള അവകാശം, ആ കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ട യോഗ്യതകൾ പ്രാപിച്ചെടുത്ത് വിശുദ്ധിയോടെ മുന്നേറുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. യൂദായുടെ ലേഖനം ആമേൻ നമുക്ക് പഠിക്കുവാൻ ദൈവം അവസരം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ആമേൻ പുതിയ ഭാഗങ്ങൾ, പുതിയ വിഷയങ്ങൾ നമുക്ക് പഠിക്കാം. ദൈവം അതിനായിട്ട് നമുക്ക് കൃപയും സാഹചര്യങ്ങളും ഒരുക്കി തരട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നിങ്ങൾക്ക് ഈ തിരുവചന പഠനം അനുഗ്രഹമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആമേൻ അപേക്ഷിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെയും നിങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ അറിവിൻ്റെ പരിമിതിയും ആമേൻ വചന പഠന ധ്യാനവും മൂലം ലഭിച്ച ആ കാര്യങ്ങളുമൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കർത്താവ് ഈ ദിവസങ്ങളിൽ ആമേൻ എന്നെക്കാൾ വചനത്തിൻ്റെ തിട്ടവും ആമേൻ നിപുണതയും ഉള്ള പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുൻപിലായിരിക്കുന്നത്. എങ്കിലും ആമേൻ നിങ്ങളുടെ മുൻപിൽ ഇരിപ്പാൻ ഇത്ര യോഗ്യതയൊന്നുമില്ല എങ്കിലും സർവശക്തനായ ദൈവം അതിനുള്ള കൃപയും അതിനുള്ള അധികാരവും തന്ന് എന്നെ ഇതുവരെ നിർത്തിയതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഇത്രത്തോളം ഈ യൂദായുടെ ലേഖനം ഒരു അധ്യായമേ ഉള്ളൂ എങ്കിലും അത് കർത്താവേ സവിസ്തരം ആമേൻ ചില ഭാഗങ്ങളായിട്ട് പഠിക്കുവാൻ കൃപ നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആമേൻ സഭയെ ഈ ദിവസങ്ങളിൽ യൂദ ആമേൻ ദുരുപദേശത്തിൽ നിന്നും ആമേൻ ഉലഞ്ഞു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ തൻ്റെ ജനത്തെ നിലനിർത്തുവാൻ തന്നാലാവോളം താൻ ഈ ദിവസങ്ങളിൽ ഈ ലേഖനം എഴുതുവാൻ ഇടയായി എങ്കിൽ കർത്താവെ, ഞങ്ങൾക്കും അപ്രകാരം അനേകായിരങ്ങളെ രക്ഷയിലേക്ക് നയിക്കുകയും വീണുപോകാതെ താണുപോകാതെ അനേകരെ പൈശാചിക കണികളിൽ നിന്ന് വിടിവിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ മാനിച്ചാട്ടെ. ഈ തിരുവചനം കേട്ട ആരെയും കർത്താവെ നിരാശരാക്കല്ലേ. കൃപയും ശക്തിയും നിറഞ്ഞവരായി കർത്തൃവേലയിൽ വർദ്ധിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. അടിയനെയും ബലപ്പെടുത്തണമേ. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് കൃപ നൽകി പിന്നെയും അവിടുത്തെ ഇഷ്ടം അടിയനിൽ നിവർത്തിച്ചാട്ട് കർത്താവെ അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ അങ്ങ് കൃപ നൽകിയാട്ട്. അതിനായിട്ട് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. നന്മകൾ കൊണ്ട് നിറച്ചനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.